ഈ KSRTC സൗജന്യ യാത്ര ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊക്കെ പറഞ്ഞ പോലെയാണ് രണ്ട് കൂട്ടരുടെയും കാര്യം. ഗവൺമെൻറ്റും ഈ സ്ത്രീകളും എല്ലാവരും ഒന്ന് സന്തോഷം ഇടിച്ചു കയറി അങ്ങ് പോകുക. എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും സ്ഥിരമായി പോകുന്നവരാണെന്ന് തന്നെ വിചാരിക്കുക. ഇത് എത്ര നാളിങ്ങനെ ഓടുമെന്നും അറിയത്തില്ല. ഇതിൻ്റെയൊക്കെ നഷ്ടം എങ്ങനെ നികത്തുമെന്ന് അറിയത്തില്ല. ഇതിന് എന്താ പറയണ്ടേ, ഈ റവന്യൂ ഉണ്ടാക്കാൻ ഇനി എന്ത് ടാക്സ് ആയിരിക്കും ഇവർ കൂട്ടിയേക്കുന്നത്? വേറെ ബിസിനസ് ഒന്നും ഗവൺമെൻറ് അങ്ങനെ വലിയ ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഖജനാവ് വരെ ഓണമായി കിടക്കുകയാണ്. അല്ലെങ്കിൽ ഫണ്ടില്ല, കടമാണ്. കേരളം കടത്തിലാണ് കേട്ടോ. കടത്തിലിരിക്കുന്നവർ ചെയ്യാൻ പറ്റിയ പണിയാണ് സൗജന്യം. കടം മേടിച്ച് സൗജന്യം ഇത്രയും. ഇതൊക്കെ അപ്പോൾ പറയുന്നത് ശരിയാണ്? ഇവർ പറയാ, ഈ ഗവൺമെൻറ് പറയുന്നത് നേരത്തെ ഇരുന്ന ഗവൺമെൻറ് കട്ടും പിടിച്ച് നശിപ്പിച്ചെല്ലാം ഇല്ല, ഒന്നുമില്ല, ED റെയ്ഡ് വരെയൊക്കെ നടന്നു. പക്ഷേ ലാവിഷ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിനകത്ത് യാത്ര ചെയ്തോ, ചുമ്മാ ഫ്രീ ആയിട്ടും കയറി. അതെങ്ങനെ നടക്കുന്നേ? ഇതിൻ്റെയൊക്കെ ചാർജ് കൂടുകയാണ് ചെയ്യേണ്ടത് ശരിക്കും. അത് സത്യമാണെങ്കിൽ. അല്ലാതെ എങ്ങനെ ഓഫറൊക്കെ കൊടുക്കാൻ പറ്റുന്നത്? അതും ഫ്രീ ആയിട്ട് അങ്ങ് പൊക്കോളാനാ വന്നത്. ഫ്രീ ആയിട്ട് പോകാന്ന് പറഞ്ഞാൽ ആരുടെ പൈസയ്ക്ക് ആര് ഫ്രീ ആയിട്ട് പോകുന്നതെന്നാ? ഇത് ഗവൺമെൻറ്റിൻ്റെ അല്ല. അല്ലാതെ VD സതീശൻ എന്ന് പറഞ്ഞാൽ മന്ത്രിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയോ നാട്ടിലെ മന്ത്രിമാരുടെയൊക്കെ കയ്യിൽ നിന്ന് കാശിട്ട് അവരെന്തോ ജോലി ചെയ്യുന്നവരാണ്. പാർട്ടി പ്രവർത്തനമല്ലല്ലോ ജോലി. അപ്പോൾ അങ്ങനെ എന്തെല്ലാം വേണ്ട MLA ഫണ്ട്, അവർക്ക് ഫണ്ടല്ല പോട്ടെ, അതും വേറെയാണ് പബ്ലിക്കിൻ്റെ. ഇവർക്ക് കിട്ടുന്ന സാലറി എടുക്കാൻ പറ്റത്തില്ലെന്ന്. അതും ഈ പറഞ്ഞവർ അടക്കമുള്ളവരുടെയും അവരുടെ ബന്ധുക്കളും നമ്മളടക്കം എല്ലാവരുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ആണല്ലോ ഈ സാലറികളൊക്കെ. അപ്പോൾ അതും എടുക്കാൻ പറ്റില്ല. ഇവർക്ക് പുറത്ത് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ മന്ത്രിമാർക്ക് അതും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കമ്മീഷനൊട്ട് കിട്ടുന്നുമില്ല. ഇനി വേണ്ട വേറൊരാൾ, എനിക്കൊരു ബസ്സുണ്ട്, ഞാനതിങ്ങനെ ഇന്ന റൂട്ടിൽ ഫ്രീ ആയിട്ട് ഓടിക്കാം, സ്ത്രീകൾ കുട്ടികളൊക്കെ കയറിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു അംശം മാറ്റി വെച്ച് എല്ലാ ദിവസവും ഡീസൽ അടിച്ച്, പെട്രോൾ ആണെങ്കിൽ പെട്രോൾ അടിച്ച്, ഇലക്ട്രിക് ആണെങ്കിൽ ഇലക്ട്രിക് ചാർജും ചെയ്ത് ഓടിച്ചിട്ട് ഫ്രീ കൊടുക്കുവാണെങ്കിൽ അതിന് പിന്നെയും കുറച്ചുകൂടെ, ഇത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയല്ലത്. ഞാൻ ഈ പറഞ്ഞ ടാക്സ് എല്ലാം അടച്ച് കഴിഞ്ഞിട്ട്, മനസ്സിലായില്ലേ? അങ്ങനെയാണോ ഇത്? അങ്ങനെയല്ല. അപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഇങ്ങനത്തെ പണികൾ എങ്ങനെ സൗജന്യം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റാണ്. അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. ഇന്നിപ്പോൾ ആരൊക്കെ സഹിക്കണം ഇതൊക്കെ? എൻ്റെ ആഗ്രഹമല്ല ഇത്. ചേട്ടാ, ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീകൾ ബസ്സിൽ കയറി ഫ്രീ ആയിട്ട് യാത്ര ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള എൻ്റെ എന്തെങ്കിലും പൈസ ടാക്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. മനസ്സിലായി? റോഡ് ടാക്സ് അടക്കമുള്ള സാധനങ്ങൾ, വണ്ടിയുടെ ടാക്സോ, നമ്മൾ അടയ്ക്കുന്ന ഇൻകം ടാക്സോ എന്തും ആയിക്കോട്ടെ, ആരെങ്കിലും ഇത് ഉദ്ദേശിച്ചിട്ടാണോ ചെയ്തുകൊണ്ടിരുന്നത്? അത് ആരുടെ ആവശ്യമാണ്? അത് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ, അതല്ലല്ലോ ഇത്. എത്ര ജനങ്ങൾ ആവശ്യപ്പെട്ടു ഇവരോട് ഇങ്ങനെ വേണം, ഇത് വേണം? ഇവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതൊക്കെയാണോ നടത്തുന്നത്? വേറൊരു സാധനം പൊക്കിക്കൊണ്ടുവന്ന എന്താ മോഡിഫിക്കേഷൻ? ആരാവശ്യപ്പെട്ടു? പൊതുജനത്തിൻ്റെ ആവശ്യമാണ് മോഡിഫിക്കേഷനൊക്കെ. എത്ര പേരുടെ ആവശ്യം ഇതൊക്കെ? ഇത് ആരും അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല. ഇങ്ങോട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞ് കാണിച്ചും കിട്ടും. ആ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തക്കാർ അതും പറഞ്ഞ് ഇതും പറഞ്ഞ് നടക്കുക. എന്നാൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്? പുരുഷന്മാരാ. കാരണം പുരുഷന്മാരുടെ പേരിലാണോ കൂടുതൽ വണ്ടി? അങ്ങനെ ആവത്തുള്ളൂ. സ്ത്രീകൾ അങ്ങനെ അധികം വണ്ടി എടുത്ത് അവരുടെ, പക്ഷേ സ്ത്രീകളുടെ പേരിൽ ഒത്തിരി സാധനം ഈ ഭർത്താക്കന്മാർ റെഡിയാക്കി വെക്കും. മനസ്സിലായി. അതായത് പുരുഷന്മാർ കൂടുതൽ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ പുരുഷാധിപത്യം എന്ന് പറയുന്ന സാധനത്തിലോട്ടൊക്കെ ചെന്ന് കൊളുത്തി വെക്കും ഇതൊക്കെ. പക്ഷേ അത് അതുകൊണ്ടല്ല. ഇതുവരെയുള്ള തൊഴിലുകൾക്കുള്ള സാധ്യത കൂടുതലും പുരുഷന്മാരെ ചെയ്യേണ്ടതായിരുന്നതുകൊണ്ട് അങ്ങ് ചെയ്തു പോകുന്ന, അല്ലാതെ ഇതെല്ലാം കൂടെ സ്ത്രീകളെ കൊണ്ട് ചെയ്യിക്കാനും പറ്റത്തില്ല പല കാര്യങ്ങളും ഇതുവരെ ഉള്ളത്. ഇനി ചിലപ്പോൾ റോബോട്ടിക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സോഫ്റ്റ് അങ്ങനത്തെ ജോബ്സ് ഒക്കെ ഇപ്പോഴും അങ്ങനെയാണ് സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാനാ, അങ്ങനെ സംഭവിച്ചു. പുരുഷാധിപത്യം എന്ന് പറയുമ്പോൾ ഈ തൊഴിലെടുക്കുന്നത് മൊത്തം പുരുഷനാണെങ്കിൽ അതെങ്ങനെ ആധിപത്യമാകുന്നത്? സ്ത്രീയുടെ ആധിപത്യത്തിൽ പുരുഷൻ തൊഴിലെടുത്തോണ്ട് പോയി സ്ത്രീക്ക് തിന്നത്തി കുടി വോട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവരല്ലേ കിങ്. എന്ത് ഈ സ്വാതന്ത്ര്യം? എവിടെ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്? കോമഡി എന്ന് വെച്ചാൽ ഇപ്പോൾ പീരീഡ്സിനെ പറ്റി ഇവർ പറയും, പണ്ടുള്ള ഒരു വീട്ടിൽ അടച്ചിട്ട് മാറ്റി വേറൊരു മുറിക്കകത്ത് കൊണ്ട് കിടത്തി, ഇതൊക്കെ ഭയങ്കര ഇൻസൾട്ടായി പോയെന്ന് പലർക്കും. അത് ആ മുറിയുള്ള വീട്, അത് കുറച്ച് പൈസ ഉള്ളവരുടെ വീടുകളിലാണ് അങ്ങനെ മാറ്റി കിടത്താനൊക്കെ പറ്റിയത്. ഒറ്റമുറി വീടുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിനർത്ഥം അന്നത്തെ പൈസ ഉള്ളവർ നല്ലൊരു ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടി ചെയ്തായിരിക്കണം. ആ പെണ്ണിന് കിച്ചണിൽ വരാൻ പാടില്ല, കാരണം ഇത് ചോരയൊക്കെ വരുന്നുണ്ട്, ഇതില്ല, പാഡൊന്നും ഇല്ല, അപ്പോൾ മാറ്റി നിർത്തി. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവർ അതിനെ ആ രീതിക്ക് ട്രീറ്റ് ചെയ്തതാണ്. അത് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വേണ്ട ആർത്തവത്തിന് ലീവ് വേണം, ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ് പിന്നെ ഉണ്ടാവുക. ഇതിനും ഇടയ്ക്ക് കിടന്ന് ആരോ ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഇവരെ തെറ്റിക്കുന്ന രീതിയുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ ചിലർ വിശ്വസിക്കും. കാരണം എന്നാ, ഇതിന് ഇടയ്ക്ക് വിട്ട കുറച്ച് ആൾക്കാരുണ്ട്, ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. ഇപ്പോൾ ഈ പാഡ് വന്നു കഴിഞ്ഞാൽ കിടത്തിയവരെ ശരിക്കും പറഞ്ഞാൽ അവരെ മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ ശരിയായില്ലെന്ന്. കാരണം അടുത്തൊരു ഓപ്ഷൻ വന്ന് അപ്പോഴും എന്താ കൊച്ചിന് അതിൻ്റെ ആവശ്യം എന്താ, അത് ഓക്കെയാണ്. പക്ഷേ ഇതിന് പുറകെ ചെയ്ത് തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല. അന്ന് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇന്നത്തെ ആൾക്കാർ നല്ലൊരു ഫെസിലിറ്റി കൊടുത്തു. അത് പക്ഷേ കണ്ടിന്യൂ ചെയ്ത് ഈ പാരമ്പര്യമായ സാധനങ്ങളൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ആചാരമാണ്, അനുഷ്ഠാനമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്ത ഒരു കൂട്ടം ആൾക്കാർക്കെതിരെ വേണേൽ പറയാം. മറ്റേത് ആചാരം വിചാരമൊന്നും അല്ല. അന്നത്തെ ഏറ്റവും നല്ല ഫെസിലിറ്റി അത്. ഇന്ന് കണ്ടില്ലേ, ഇപ്പോൾ അതായിട്ട് പോലും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഈ ലീവുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. പല സ്ത്രീകളും എനിക്കറിയാം ലീവ് എടുക്കും, അവർക്ക് പറ്റത്തില്ല. അത് ശാരീരികമായുള്ളൊരു, മാനസികമായിട്ടും അവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്, സമ്മതിച്ചു. അത് ഒരിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ എന്തുവാന്ന്, വഴി തെറ്റിച്ചു, പറഞ്ഞു തെറ്റിക്കുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ ഈ ജോലിക്ക് കൊണ്ട് ഇറക്കാൻ നേരത്തെ ഇത് വലിയ സ്വാതന്ത്ര്യമാണ്. ജോലിയോളം സ്വാതന്ത്ര്യം ഇല്ലാത്ത പരിപാടി വരെ ഉണ്ടോ? തെറ്റിച്ചെന്ന് വെച്ചാൽ സ്ത്രീകളെ ഇറക്കണമെന്നു അത്രേ ഉള്ളൂ. സ്ത്രീകളെ പണിക്ക് ഇറക്കണം.
അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു, നേഴ്സുമാർ ഇറങ്ങി, ടീച്ചർമാർ ഇറങ്ങി, IT എല്ലായിടത്തും സ്ത്രീകളുടെ ആവശ്യമുണ്ട്. സിഗരറ്റ് വലിക്കുന്ന ഇപ്പൊ വലിയ ഫ്രീഡം ആണ്. ആയിരിക്കുമല്ലോ. ആണല്ലേ, അങ്ങനെയാണ് സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത് പെണ്ണുങ്ങൾ. ആണുങ്ങൾ അതിന് മുമ്പേ വലിച്ചു തുടങ്ങി. ആണുങ്ങൾ അതിന് സിഗരറ്റ് വലിച്ചാൽ ശരിയാ, അതിൻ്റെതായ ഒരു കിക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇപ്പൊ പിള്ളേർ വലിക്കുന്നത് അതിനാണോ എന്ന് എനിക്കറിയത്തില്ല. പലരും നിന്ന് വലിക്കുന്നതാണ് പെൺപിള്ളേർ, ഒരു ആവശ്യവും ഇല്ല. നമ്മൾ സിഗരറ്റൊക്കെ വലിച്ചിട്ടുണ്ട്, വലിക്കുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ പുറത്തൊക്കെ നിന്ന് ഇങ്ങനെ വലിയ ആൾ കളിക്കാൻ വേണ്ടി വലിച്ചൊക്കെ ഒരു പ്രായത്തിലുണ്ട് കേട്ടോ. കൊച്ചു പ്രായത്തിലൊക്കെ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് വലിയ എന്തോ സംഭവം പോലെ സിഗരറ്റ് വലിച്ചു, കള്ളു കുടിച്ചു, പവർ, പിന്നെ അങ്ങ് ബഹളോ കള്ളിൻ്റെ സീനൊക്കെ കാണിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തേണ്ട സമയത്ത് നിർത്തി പോവുകയും ചെയ്യും. ബോധമുള്ളവർ. ഈ ബോധം ഇല്ലാത്തവരാണെങ്കിൽ അഡിക്റ്റ് ആയി അത് നിർത്താൻ പറ്റുന്നില്ല. നിർത്താൻ ശ്രമിക്കരുതെന്ന്, അതാണ് ഒന്നാമത്തെ കാര്യം. കൺട്രോൾ ചെയ്യാനേ ശ്രമിക്കാവൂ. അല്ല നിർത്താൻ നോക്കിയാൽ സ്ട്രെസ് കൂടും. അത് പിന്നീടൊക്കെ ബാധിക്കും. അത് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല അതെന്തുകൊണ്ടാണ്. ഇവരെല്ലാം അങ്ങ് കർശന നടപടിക്കാരാണ്. ഈ കർശന നടപടിക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. അത് നടക്കത്തില്ല. ഒന്നാമത് അതിന് കൂടുതൽ സ്ട്രെസ് ചെയ്ത് അത് കൂട്ടും. അതിനൊക്കെ വലിയ മണ്ടത്തരം കാണിക്കും. അതുകൊണ്ട് ഞാൻ നിർത്തുമെന്ന് പറയത്തില്ല. ഞാൻ ചിലപ്പോൾ അടിക്കും, ചിലപ്പോൾ അടിക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്കൊരു നിർബന്ധമൊന്നുമില്ല, പക്ഷെ അടിക്കണമെങ്കിൽ അടിക്കും എന്ന് പറയുന്നില്ല. ഇതെല്ലാം നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ത്രീകളെ ഇറക്കിക്കൊണ്ട് ഇപ്പോൾ ബസ്സിലെ യാത്ര ചെയ്യുവാണ്. ബസ്സിൽ അങ്ങ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്ന് പറയുന്നു. അവർ വിചാരിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നില്ല. അതായത് അത്രയും സ്ത്രീകളുടെ നിന്ന് പൈസ പോകുന്നില്ല. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് കഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാളുടെ നിന്നും പൈസ പോകത്തില്ലായിരിക്കും. പക്ഷേ അയാൾ പൈസ പേ ചെയ്യുന്നില്ല. അയാൾ ഈ സ്ത്രീയൊക്കെ നമ്മളെല്ലാം ടാക്സ് പേ ചെയ്യുന്നതല്ലേ, അതല്ലേ ഈ കിട്ടുന്നത്. അതിനകത്ത് എന്ത് ഇത്ര വലിയ അത്ഭുതപ്പെടാതിരിക്കുന്നത്? ഇതിങ്ങനെ ക്രെഡിറ്റ് ആവുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ആവശ്യപ്പെടാത്തൊരു കാര്യവുമാണ്. ആവശ്യപ്പെട്ടിട്ടുള്ള റോഡുകളെ പറ്റിയും അല്ല എന്തെല്ലാം വിഷയങ്ങൾ പറയാൻ കിടക്കും. പെൻഷനോ ഇവിടെ നടന്ന കുറേ അഴിമതിയോ എന്തൊക്കെയോ ഉണ്ട്, എന്തെല്ലാം ഉണ്ടെന്നോ അതൊക്കെ അതാണ് തെറ്റാണ്, അത് ശരിയായി. ലോട്ടറിയുടെ വിഷയം അത് വലിയ പ്രശ്നമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ പിൻവാതിൽ നിയമനം, മറ്റേ പരീക്ഷ ചോദ്യപേപ്പർ ചോരൽ, പിന്നെ തൊഴിലില്ലായ്മ, അത് ഇത് മാട കൂടെ ഇങ്ങനെ ഇഷ്ടം പോലെ സാധനം കിടപ്പുണ്ട്. അതിനിടയിൽ പിന്നെ ഈ പോലീസിന്റെ ഒക്കെ ആണല്ലേ, അതെല്ലാവരും ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ജനങ്ങളുടെ കാര്യം അതിനെ കൃത്യമായി മാറ്റി എന്താണോ ചെയ്യേണ്ടത് അതിന്റെ ഒരു നല്ലൊരു അവിടെ പ്രശ്നം ഇരിക്കുന്നത്. എന്തും ചെയ്യാം, പക്ഷെ മാന്യമായി ചെയ്യണമെന്നേ ഉള്ളൂ. മനസ്സിലായി? അതിനുള്ള മാന്യത കാണിക്കണം. മനുഷ്യത്വ വിരുദ്ധമായ രീതിയിലൊന്നും ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ആളുകൾക്ക് വയലന്റ് ആവുന്നത്. മനസ്സിലായി? അതെ, പറ്റത്തില്ല. ഈ നാട്ടിൽ പറ്റത്തില്ല. അത് ഇവിടെ ഇത്ര ജനസംഖ്യ ഇരിക്കുന്ന സമയത്ത് അവനവന്റെ കാര്യം നോക്കിയാണ്ടല്ലോ ഭയങ്കര അട്രോസിറ്റീസ് ആണ് നടന്നു പോകുന്നത്. ഇപ്പൊ തന്നെ അതാ പറ്റുന്നത്, അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അവനവന്റെ കാര്യം മാത്രം നോക്കുന്ന ആൾക്കാരെ ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഈ സൊസൈറ്റിക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. അതായത് ഇതെങ്ങനെ ശരിയാണ്? ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യനാണ് ഈ ഭരണം കൈ കിട്ടുന്ന ആ മനുഷ്യൻ കറക്റ്റ് ആയിട്ട് അത് വിനിയോഗിക്കുന്നത് എന്താ അറിയാം. അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പിന്നില്ല. എന്താ സംശയം? അത് പാർട്ടി പിരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ ഭരണം വരുമ്പോൾ കണ്ടുണ്ട് ആ പാർട്ടിക്കാർക്ക് പ്രതിഷേധമില്ല, ഒരു പ്രശ്നവും ഇല്ല. എന്നാൽ ആ പാർട്ടിക്കാർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകളും അല്ലെങ്കിൽ ഇവർക്ക് ലാഭം കിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ലൊടുക്ക് കോൺട്രാക്റ്റുകൾ എല്ലാം തിരിച്ചു മറിച്ച് കൊടുക്കുന്നത് എങ്ങോട്ടാ? അത് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ പാർട്ടിയെ പോഷിപ്പിക്കാനും അവരുടെ കൂടെ നിന്നവരെ സന്തോഷിപ്പിക്കാനല്ലേ നോക്കത്തുള്ളൂ. ഇത് ഫെയിലറാണ്. വെറുതെ തെറ്റാ. മഹത്തരാകുന്നത് എങ്ങനെയാണോ? ഈ നാട്ടിൽ മണ്ടന്മാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഈ മണ്ടന്മാരെ പറഞ്ഞു പറ്റിച്ചിട്ടോ കാശ് കൊടുത്തിട്ടോ വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുത്തിട്ടോ ഒക്കെ ഇലക്ഷന് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം മണ്ടന്മാരെ പറ്റിച്ചെടുത്ത നേതാവായെന്നല്ലേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് എന്താ ഇതിനകത്ത് ഇത് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് എടുത്ത് പൊക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സിസ്റ്റത്തിനകത്ത് എവിടെയാണേലും ഇപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രാൻസ്പെറന്റ് ഗവർണൻസ് വന്നു കഴിഞ്ഞാൽ ഇത് വിഷയമല്ല. അതിനകത്ത് ഇക്വാളിറ്റി പോസിബിൾ ആണ്. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അത് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കൂ, ഇവിടെയുള്ളവർക്ക് മനസ്സിലാവും. അതുപോലും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരെയാണ് ഈ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഇതൊരു വെറുതെ ഓരോ അമ്മ ഒരു സ്ത്രീയാണ്. അതായത് വേറൊരു പെണ്ണിനെ പീഡിപ്പിച്ചെങ്കിൽ പോലും സ്വന്തം മകനോടെ ആ അമ്മയ്ക്ക് കൂടുതലും അതെല്ലാം പോരും അങ്ങനെ. സ്വന്തം മോനോട് ആദ്യം സ്ത്രീയാണോ പുരുഷനാണോ വിഷയം. അതെ, അവിടെ തന്നെ പക്ഷാഭേദമുണ്ട്. എല്ലായിടത്തും മനുഷ്യർ പക്ഷാഭേദം കാണിക്കും. പക്ഷെ ഞാൻ നല്ല മനുഷ്യൻ്റെ അല്ല ഇതിരിക്കുന്നത്. ഇപ്പൊ അത് ഡെവലപ്പായി. ഇപ്പൊ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, കയറി വരുന്നതോടുകൂടി ഈ സംഭവമൊക്കെ നിൽക്കും കേട്ടോ. മാക്സിമം കറപ്ഷൻ നിൽക്കും. കാരണം ഇതുവരെ നമ്മളൊരു വെറുതെ CCTV വന്നപ്പോൾ എന്തെല്ലാം തട്ടിപ്പ് നിന്നു. അതിനേക്കാളും 100,000 ഇരട്ടി പവർഫുൾ ആയിട്ടുള്ള വരുമ്പോൾ 100% എനിക്ക് തോന്നുന്നു 100% ഇത് കറപ്ഷൻ ഒഴിവാകും എല്ലായിടത്തും. ഒരു മനുഷ്യൻ പോലും കറക്റ്റായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഈ ഫോൺ എടുക്കാതെ പുറത്തിറങ്ങിയാൽ കേസാവും. ഫോൺ എടുക്കാതെ ഇറങ്ങുന്ന കൊല്ലാനായിരിക്കും. മനസ്സിലായോ? അതുപോലത്തെ അവസ്ഥ ഉണ്ടാവും. ആർക്കും അങ്ങനെ കട്ടും പാത്തു പോലും പോകാൻ പറ്റാത്തൊരു ഗതികേടുണ്ടാവും. ഗതികേട് നല്ല പറയണത്, നല്ല കാര്യമാണ്. നേരെ പോകുന്നുള്ള സ്കീമൊക്കെ നടക്കും. കാരണം ഇവിടെ എന്ത് പറഞ്ഞാലും കേൾക്കുന്നുണ്ട്. ഇവരിപ്പോൾ പരസ്യം വരുന്ന കണ്ടില്ലേ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിനക്ക് ഓരോ സമയത്തും ഓരോ അലേർട്ടൊക്കെ വരും. നീ ഇങ്ങോട്ട് പോകരുത്, നീ ഇപ്പോൾ മോഷ്ടിച്ചില്ലേ, അത് തിരിച്ചു കൊണ്ട് വെക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? നിന്നെ ഞാൻ കണ്ടു. ഇവനെന്തെങ്കിലും എടുക്കാൻ ചിലപ്പോൾ തന്നെ അലേർട്ട് അടിക്കും. നോ 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 എന്നൊക്കെ പറഞ്ഞു. നോ എന്ന് മാത്രമേ പറയത്തുള്ളായിരിക്കും. നോക്കണേ, ഒരു ഉറപ്പാണ്, എല്ലാവരും ശ്രദ്ധിച്ചോണം. നോ എന്ന് പറയും. ഈ സാധനം, ഈ ഫോൺ നോ 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 എന്ന് പറയും. ഈ പട്ടിയോട് നമ്മൾ നോ പറയത്തില്ലേ? അപ്പം പട്ടി ഇങ്ങനെ
ആ സാധനം മനുഷ്യനുണ്ട്. ആയിരിക്കത്തില്ല, മറ്റേ ഗ്ലാസ് ആയിരിക്കും. എന്ത് സാധനമാണ് ചിലപ്പോൾ ചിപ്പ് പിടിപ്പിക്കുമായിരിക്കും. എന്നാൽ പോലും നോ എന്ന് പറയുമ്പോൾ നോ എന്ന് പറയേണ്ടി വരത്തില്ല കേട്ടോ. അത് സിഗ്നൽ പാസ് ചെയ്യത്തേ ഉള്ളൂ. അത് എടുക്കണ്ടെന്ന് ഞാൻ പോകുള്ളൂ. അത് തലച്ചോറ് ശരിയായില്ലേ. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇന്നലെ ഞാൻ ഈ മീഡിയയുടെ ഒരു കാര്യം പറയുകയാണ്. എടാ ഇനി മീഡിയ ആയി കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഒരു ന്യൂസ് ചാനൽ ആയി വരുക. അതിന് ലോകത്തുള്ള സകല മൊബൈലിൽ നിന്ന് അത് സാധനം എടുത്തിട്ട് ന്യൂസ് ആക്കി വിട്ടുകൊണ്ടിരുന്നുണ്ടല്ലോ, ഏറ്റവും സത്യസന്ധമായ വാർത്ത അറിയാൻ പറ്റും നമുക്ക്. അത് ഏതെങ്കിലും ഒരു കമ്പനി ചെയ്ത സകല വാർത്താ ചാനലും പൂട്ടിപ്പോകും. എന്റർടൈൻമെന്റ് കേസ് വെച്ച് ഇപ്പം നമ്മളെല്ലാവരും ജേർണലിസ്റ്റുകളാണല്ലോ. ഞാനും വീഡിയോ എടുക്കുന്നു, താനും ഒരു വീഡിയോ ഇൻസിഡന്റ് എടുക്കുക. അത് തന്നെയല്ലേ ന്യൂസ് ചാനൽ എടുക്കുന്നത്. നാട്ടുകാരുടെ വീഡിയോ എടുത്തിട്ട് അവിടെ വണ്ടി ഇടിച്ചു, ബസ് എന്നുള്ള CCTV എടുത്തു, അവിടെ ഇത് നടന്നു, ഇത് നടന്നു, കഥ പറയുമല്ലേ. ഈ കഥ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് പറയും, കറക്റ്റ് കഥ പറയും. അത് ഇടിച്ചത് എങ്ങനെ, അതിനകത്ത് ഫോൾട്ട് എന്താണ്, ഇത് കറക്റ്റ് ചെയ്യേണ്ടത് എന്താണ്, സംഭവം അതിന്റെ കറക്റ്റ് മെഷർ കഥ. ഇത് ഫാക്ട് പറയും. ഫാക്ട് പറയുന്നത് മാത്രമല്ല സൊല്യൂഷനും കൊടുക്കും. മനസ്സിലായോ? അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു മീഡിയ വരുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ ഇവിടെ 24 തമ്മിൽ സംസാരിക്കാൻ ചെന്നപ്പോഴേ ഈ മീഡിയ, ഓൺലൈൻ മീഡിയ, മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുക. സത്യം പറഞ്ഞാൽ ഓൺലൈൻ മീഡിയ, മെയിൻ സ്ട്രീം മീഡിയ ഔട്ടാ. AI മീഡിയ ആണ് ഈ വരുന്നത്. AI നല്ലപോലെ പിക്ചർ ചെയ്ത് കൊടുക്കും. ഈ രേഖാചിത്രം വരച്ചു കൊടുക്കും. ഇത് വന്നിടിക്കുന്ന ക്രാഷിനെ പറ്റി കാണിച്ചു കൊടുക്കും. അതിനകത്ത് മനുഷ്യർക്കുണ്ടായ അപകടങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കും. ആശുപത്രിയിൽ എത്ര പേരായെന്ന് പറയാൻ പറ്റും. ഇതെല്ലാം ഇത് പറയാൻ പറ്റും. മനസ്സിലായോ? അത്രയ്ക്ക് ഈ സാധനം കയറി വരും. അതെല്ലാം അപ്പഴത്തെ കേസല്ല, എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? നല്ല രീതിയിൽ ഇതാക്കിയെടുക്കും. എനിക്ക് അതിനകത്താണ് ഈ AI ഒരു AI മാത്രമേ ഉള്ളൂ നമുക്ക് പ്രതീക്ഷ. മനസ്സിലായോ? പിന്നെ ഡ്രോൺ വരുന്നതോടുകൂടി ഈ റോഡിലുള്ള സഞ്ചാരങ്ങളും പൊല്യൂഷനും ഒക്കെ കുറച്ച് കുറയും. എയർ ഇത്രയും കിടക്കുമല്ലോ, ഇത്രയും സ്പേസിലോട്ട് പോകാനുള്ളതിന് ഇവിടെ കിടന്ന് നിരങ്ങുന്ന ആവശ്യമൊന്നുമില്ല. ട്രാഫിക് ഇല്ല മുകളിൽ, എന്തോ ഒരു സ്ഥലമാണ്. ഇത് തമ്മിൽ തല്ലി മുട്ടത്തും ഇല്ല. തന്നെത്താനെ മാറിപ്പോക്കോളും. ഡെസ്റ്റിനേഷൻ ഇവിടെ അങ്ങോട്ട് ഫിക്സ് ചെയ്താൽ മാത്രം മതി. ഓടിക്കൊന്നും വേണ്ട. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ എത്തിയില്ലേ. അതിനിടെ അവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം നോക്കുന്നുണ്ട്. ഒന്നും പേടിക്കാനില്ല. എല്ലാവരും നേരിട്ടിരുന്നു. ഓക്കെ.